ഹായ് ഗായ്സ്, ഞാനിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മുടെ തൃശ്ശൂർക്കാണ്. തൃശ്ശൂർ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഒരു സഞ്ചിയൊക്കെ ഇരിക്കുന്ന കാണാം. പക്ഷേ ആ സഞ്ചിയിലുള്ളത് എന്താണെന്ന് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റീലിൽ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു യാത്ര പോകുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എവിടെയാണ് താമസിക്കുന്നത്, ഈ പോകുന്ന യാത്ര ഉണ്ടല്ലോ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഒരുപാട് ദൂരെയല്ല, ഏകദേശം 139 രൂപയുണ്ട് ഇവിടുന്ന് ബസ്സിന് തൃശ്ശൂർക്ക് വരാൻ പോകാനായിട്ട്. ഒറ്റയ്ക്കാണ് എൻ്റെ നാട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എവിടെയാണ് താമസിക്കുന്നത്, എപ്പോഴാണ് വരുന്നത്, ആരാണ് അവിടെ ഉള്ളത്, എങ്ങനെയാണെന്നൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയുമായിരുന്നു നീ വരുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അപ്പോൾ അവനെ നമ്പിയിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്തായി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഈ ചാലക്കുടിക്ക് ശേഷം വരുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തൃശ്ശൂർ സ്റ്റാൻഡിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നടന്നാണ് ഞാൻ പോകുന്നത്. കാരണം എന്ത് ഭംഗിയാണ് ഇവിടുത്തെ വഴികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഭഗവാന്റെ ഈ മണ്ണിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊരു വേറൊരു സന്തോഷമാണ്. പിന്നെ ഇവിടുത്തെ മണ്ണ് നിങ്ങൾ കണ്ടില്ലേ, ഇവിടുത്തെ ഫ്ലോർ കണ്ടില്ലേ, ഇവിടുത്തെ റോഡാണെങ്കിലും ഒക്കെ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് അവർ വെച്ചിരിക്കുന്നത്. സിഗ്നൽ ക്രോസ് ചെയ്ത് കുറച്ചും കൂടെ പോയാൽ നമ്മുടെ വടക്കേ സ്റ്റാൻഡിലെത്തും. അവിടെ നിന്നാണ് ബസ് കയറേണ്ടത്. റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ വടക്കേ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ചുമന്ന കളറിലുള്ള ബസ് കിടക്കുന്നുണ്ടോ? അതാണ്ട് ആ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ആകെപ്പാട് ഒരൊറ്റ ബസ്സേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ചുമന്ന വണ്ടിയിൽ വേണം കയറാനായിട്ട്. ഈ കാണുന്നതാണ് ചുമന്ന വണ്ടി. ഇതിൽ കയറി പൊങ്ങണങ്കാട് റൂട്ടാണ് കേട്ടോ. ഒരു 10 രൂപ കൊടുത്താൽ മതി നമ്മുടെ സ്ഥലത്തേക്ക് ചെന്നിറങ്ങാൻ പറ്റും. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന സഞ്ചിയിൽ മുരുകൻ്റെ ഫോട്ടോയാണ്. അതാണ് എല്ലാവരും ഇങ്ങനെ നോക്കാൻ കാരണം. ഇവിടുന്ന് നടന്നു പോകുമ്പോഴത്തേക്കും വഴിയരികിലൊക്കെ ആയിട്ട് ഒരു വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. ഈ വചനങ്ങൾ ഞാനിവിടെ പറയാൻ കാരണം എനിക്കതൊരു വഴിത്തിരിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഞാൻ വന്നിരിക്കുന്ന ആ ഒരു സ്ഥലം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ശരമണിയാണ്. സോ ഒത്തിരിയേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷനൊക്കെ ഇവിടെയൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ വന്നാലും ഞാൻ താമസിക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ഞാൻ എവിടെ താമസിക്കും, സമയം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എത്ര നോക്കിയിട്ടും ആളെ കാണുന്നില്ല. അവർ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിരിക്കുക, അവൻ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് നേരം നിന്നു. ഇപ്പോൾ എല്ലാം ഞാൻ അവനിൽ മാത്രം ഫോക്കസ് ചെയ്ത് മറ്റൊരു സെക്കൻഡറി ഓപ്ഷൻ ഇല്ലാണ്ട് ഞാൻ വന്ന ഞാനാണ്. പക്ഷേ ശരിക്കും പെട്ടുപോയി. ഇവിടുത്തെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാൻ പോലുള്ള ടെൻഷനാണ്. ഇവിടുത്തെ പ്രോഗ്രാം കാണുമ്പോഴൊക്കെ ടെൻഷനാണ്, എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ് വിശ്വസിക്കുമെന്ന് അറിയില്ല. അവിടെ കണ്ടൊരു വചനപ്രകാരം എനിക്ക് അതിനുള്ളൊരു വഴി ഒരുങ്ങി കിട്ടി. എനിക്ക് ഭക്ഷണം കിട്ടി. ഇതാണ് ഓരോ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. എന്ത് എക്സ്പെക്റ്റ് ചെയ്ത് പോയാലും ചിലപ്പോൾ ചില യാത്രകളൊക്കെ ഫ്ലോപ്പായി പോവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മളവിടെ വഴി നടത്തുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് പോയ ആൾ നമ്മളെ ഒഴിവാക്കി കളഞ്ഞപ്പോഴും എന്താ പറയുക, അവിടെ ഒരു കർത്താവിൻ്റെ ഒരു വചനം എൻ്റെ അതിനുള്ളൊരു വഴി ഒരുക്കി തന്നത്. എല്ലാത്തിടത്തും ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കരുതലുണ്ടായിരുന്നു. സന്തോഷത്തോടു കൂടെ താമസിക്കാൻ ഒരു ഇടം എനിക്ക് കിട്ടി. അവിടെ തന്നെ ആ മുറിയിൽ തന്നെ കണ്ടില്ലേ ഒരു മാതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നാളത്തെ ദിവസം നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി വഴി ഒറ്റപ്പാലം വരെയും പോകുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം.